ഇരുതലമൂരിയെ വിൽപ്പന നടത്താൻ ശ്രമിക്കവേ 5 അംഗ സംഘത്തെ വനം വകുപ്പ് പിടികൂടി. കൊല്ലം വാക്കനാട് ഫൗസിയ മനസ്സിലിൽ 56 വയസ്സുള്ള നിസാറുദ്ദീൻ, വൈക്കം കോതനെല്ലൂർ പട്ടണങ്ങാഴി വീട്ടിൽ 50 വയസ്സുള്ള ചെറിയാൻകുട്ടി, കൊല്ലം തട്ടാമല ദാറുൽ സലാമിൽ 52 വയസ്സുള്ള അൻസറുദ്ദീൻ, കടയ്ക്കൽ ഇരുട്ടുകാട് നൌഫൽ മനസ്സിലിൽ 28 വയസ്സുള്ള നൌഫൽ, മീനാട് താഴം നോർത്ത് ജാസ്മിൻ വില്ലയിൽ 52 വയസ്സുള്ള ഫിയാസ് എന്നിവരാണ് പിടിയിലായത്. 1ഉം 2ഉം പ്രതികളായ നിസാറുദ്ദീൻ, ചെറിയാൻകുട്ടി എന്നിവർ തമിഴ്നാട്ടിലെ വെല്ലൂരിനടുത്ത് കാൽപ്പാടിയിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്നതാണ് ഇരുതലമൂരി. 3.65 ലക്ഷം രൂപയ്ക്കാണ് ഇവർ ഇരുതലമൂരിയെ വാങ്ങിയത്. 40 ദിവസം മുമ്പ് കൊല്ലത്തെത്തിച്ച ഇരുതലമൂരിയെ പലതവണ വിൽപ്പനയ്ക്ക് ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം കൊല്ലം തട്ടാമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 3ആം പ്രതിയും കോൺഗ്രസ് നേതാവുമായ അൻസറുദ്ദീന്റെ ഉടമസ്ഥതയിൽ ബിയർ കുപ്പികൾ ശേഖരിച്ചു വരുന്ന സ്ഥാപനത്തിന് സമീപം വെച്ച് കാറിലെത്തിച്ച ഇരുതലമൂരിയെ വീണ്ടും വിൽക്കാൻ ശ്രമിച്ചത്. ഇതിനിടയിലാണ് കാറിനെ പിന്തുടർന്നും സമീപത്തായി നിലയുറപ്പിക്കുകയും ചെയ്തിരുന്ന വനപാലകർ 5 അംഗ സംഘത്തെ പിടികൂടുന്നത്. ഇരുതലമൂരിയെ എത്തിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 50 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. അൻസറുദ്ദീനാണ് കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് വനപാലകർ വ്യക്തമാക്കി. വനം വകുപ്പ് തിരുവനന്തപുരം ഇന്റലിജൻസ് വിഭാഗത്തിനും പത്തനാപുരം വിജിലൻസ് സ്ക്വാഡിനും പുറമെ അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് സനിൽ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രസന്നൻ, അഭിലാഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സുജേഷ്, രമ്യ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇരുതലമൂരിയുമായി പ്രതികളെ പിടികൂടുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുനലൂർ വനം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നാട്ടുവാർത്ത, അഞ്ചൽ.